ഒരു ബിഷപ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ ആദ്യം കരുതിയത് എവിടേക്കെങ്കിലും യാത്ര ചെയ്യാൻ നിൽക്കുന്നതാണ് എന്നായിരുന്നു. എന്നാൽ അതല്ലായിരുന്നു കാരണം. സ്കോട്ട്ലൻഡിലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന റെയിൽ പാസ്റ്റേഴ്സ് എന്ന മിഷൻ പ്രവർത്തകരുടെ ശുശ്രൂഷാ മേഖലയെക്കുറിച്ച് അടുത്തറിയാനായിരുന്നു സ്കോട്ട്ലാൻഡ് ബിഷപ്പ് കോൺഫറൻസിൻ്റെ പുതിയ പ്രസിഡൻ്റായ ജോൺ കീനൻ ഇൻവർക്ലൈഡിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകുക എന്നതാണ് ഈ ഗ്രൂപ്പിൻ്റെ ദൗത്യം. മാനസികമായി തകർന്ന ജീവിതങ്ങളെ യേശുവിൻ്റെ സുവിശേഷം വഴി അവർ വീണ്ടെടുത്തിട്ടുണ്ട്. എന്തിനേറെ, ആത്മഹത്യയിൽ നിന്നുപോലും നിരവധി ആളുകളെ സംഭാഷണത്തിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പാരമ്പര്യവും ഈ സംഘടനയ്ക്കുണ്ട്. തിളങ്ങുന്ന ആകാശനീല യൂണിഫോം ധരിച്ച് യാത്രക്കാർക്ക് പ്രത്യാശ പകരുന്ന ഈ ഗ്രൂപ്പ് റെയിൽവേ സ്റ്റേഷനുകളിൽ യേശുവിൻ്റെ സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകൾ ചെയ്ത് സജീവമാണ്. അവർക്കൊപ്പം ചേർന്ന് കുറച്ച് മണിക്കൂറുകൾ ബിഷപ്പ് ചിലവഴിച്ചത് ശുശ്രൂഷകർക്ക് വലിയ ആവേശം പകരുകയായിരുന്നു. രാത്രികാലങ്ങളിൽ പോലും വലിയ ബുദ്ധിമുട്ടുകളോ ആശങ്കകളോ അനുഭവിക്കുന്ന കൗമാരക്കാർ മുതൽ മുതിർന്നവർ വരെയുള്ള യാത്രക്കാർക്ക് വെളിച്ചമായി മാറുന്നവരാണ് റെയിൽ പാസ്റ്റേഴ്സ് എന്നായിരുന്നു ബിഷപ്പ് കീനൻ പറഞ്ഞത്. സ്കോട്ട്ലൻഡിലെ യുവജനങ്ങൾക്കിടയിലെ മാനസികാരോഗ്യ സ്ഥിതി വിവരണ കണക്കുകൾ ആശങ്കാജനകമാണ്. 18 മുതൽ 34 വയസ്സുവരെ പ്രായമുള്ള 6 യുവാക്കളിൽ ഒരാൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. ശുശ്രൂഷകർക്കൊപ്പം ബിഷപ്പിനെ കണ്ട അനേകം യുവാക്കൾ തൻ്റെ അടുക്കലേക്ക് ഓടിയെത്തിയെന്നും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുവെന്നും ബിഷപ്പ് കീനൻ സന്തോഷത്തോടെ പറഞ്ഞു.